ഇതാ നമ്മുടെ മുന്നിലേക്ക് ഒരു ദിവസം വരുന്നുണ്ട്. ഇതിന്റെ പ്രത്യേകത കൊല്ലത്തിൽ ഉള്ള ദിവസമാണത്. പകലിന്റെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠ പകലാണത്. ആ പകലിൽ അള്ളാഹു മുഅ്മിനീങ്ങൾക്ക് നരകത്തിൽ നിന്ന് ഇത്ഖ് നൽകുന്ന അത്ര കൊല്ലത്തിൽ മറ്റൊരു പകലിലും ഇത്ഖ് നൽകൂല. അത് അറഫാ ദിവസാണ്. അത് അറഫാ ദിവസാണ്. ദുൽഹിജ്ജ 9-നാണ്. അന്നത്തെ ദിവസമാകുമ്പോഴത്തേക്ക് നിങ്ങളൊരു കാര്യം ചെയ്യേ, ഒരു 4444 തവണ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് നിങ്ങളുടെ സകല പ്രശ്നങ്ങളുടെയും പരിഹാരം മനസ്സിൽ നിയ്യത്ത് ചെയ്തിട്ട് ചൊല്ലി തീർക്കി. നിങ്ങൾ മനസ്സിൽ മുറാദ് വെച്ച് മുറാദ് ഹാസിലാകാൻ നിയ്യത്ത് ചെയ്തിട്ട് ചൊല്ലി തീർക്കി. എന്നിട്ട് ഞാനൊരു കാര്യം കൂടി പറഞ്ഞു. അടുത്ത തിങ്കളാഴ്ച ക്ലാസ്സിന് വരുമ്പോഴത്തേക്ക് മിനിമം 1000 ചൊല്ലി തീർക്കണം. ആ വിവരം എന്നോട് പറയണേന്ന് പറഞ്ഞു. ഇന്നലെ അത് പറഞ്ഞത്. ഇന്നിവിടെ വന്നിട്ട് ചില സഹോദരിമാർ പറഞ്ഞു ബിസ്മി ചൊല്ലാൻ തുടങ്ങി. ഞാൻ 5000 ഇതായി മജ്ലിസിലേക്കാണ്ട് എത്തലോടുകൂടെ ഉസ്താദെ 5000 ചൊല്ലി തീർത്തു. ഞാൻ എൻ്റെ കുടുംബത്തിൽ അമ്മായിയുടെ മകളുടെ അസുഖം സുഖപ്പെടാൻ വേണ്ടി 4444 ചൊല്ലി തീർത്തു. എൻ്റെ ബിസ്മി അത് 3000 കഴിഞ്ഞു, 2000 കഴിഞ്ഞു എന്നൊക്കെ ഇന്നിവിടെ വെച്ച് പറഞ്ഞവരുണ്ട്. അല്ലാഹുവേ സ്വീകരിക്കണേ റബ്ബേ, കബൂലാക്കണേ റബ്ബേ. അതിൻ്റെയൊക്കെ ഒരു ബറക്കത്ത് ഞങ്ങളുടെ ജീവിതത്തിൽ നൽകണേ റബ്ബേ. നിങ്ങൾ എന്താ വിചാരിച്ചത്? പടച്ചോനെ ഞങ്ങളോട് ആ കാര്യം ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അറഫാ ദിവസം എന്ന് പറഞ്ഞാൽ കൊല്ലത്തിലെ ഏറ്റവും ദുആക്ക് പറ്റിയൊരു ദിവസമാണ്. അഫ്ളലു ദുആഇ ദുആഉ യൗമി അറഫ. ഹജ്ജിലെ അറഫയല്ല ഈ ഉദ്ദേശിക്കുന്നത് സഹോദരാ. അതേതായാലുണ്ട്. ഹജ്ജിന് ഹാജിമാര് ദുൽഹിജ്ജ 9-ന് ളുഹ്ർ മുതൽ അറഫയിൽ നിൽക്കുമ്പോൾ അവർക്ക് ആ പ്രത്യേകതയുണ്ട്. എന്നാൽ ലോകത്ത് മുഅ്മിനീങ്ങൾ എവിടെയാണെങ്കിലും അറഫാ ദിവസത്തിന്റെ ഫളില് അറഫയുടെ സുബ്ഹി മുതൽ തന്നെ തുടങ്ങും. ദുൽഹിജ്ജ 9 എന്നാണോ അന്നാണ് നമുക്ക് അറഫാ ദിവസം. അന്നത്തെ ദുആയാണ് അഫ്ളലു ദുആഇ ദുആഉ യൗമി അറഫ. കൊല്ലത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ദുആ അറഫാ ദിവസത്തിലെ ദുആയാണ്. അതുകൊണ്ടാണ് ഇമാം ഗസ്സാലി തങ്ങൾ പറയുന്നത് നിങ്ങൾ നല്ല ഉള്ളോർമ്മയോടുകൂടെ കേൾക്കണം. ഒരാളെ ദുആ അല്ലാഹു പെട്ടെന്ന് സ്വീകരിക്കണമെങ്കിൽ അയാൾ എന്ത് വേണമെന്നറിയോ? 10 അദബുകൾ പാലിക്കണം. ആ 10 അദബ് പാലിച്ചിട്ട് കൈ പൊക്കിയാൽ വെറുതാകൂല. അതിലൊന്നാമത്തേത് അൽ അവ്വലു അയ്യതറസ്സദ ലി ദുആഇഹി അൽ ഔഖാത്ത ശരീഫ കയൗമി അറഫാ ഫിസ്സന. കൊല്ലത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ദിവസം ആ ദുആക്ക് വേണ്ടി തിരഞ്ഞെടുക്കണം. എന്നിട്ട് പറയാ കയോമി അറഫാ ഫിസ്സന, കൊല്ലത്തിൽ അറഫാ ദിവസം പോലെ. അപ്പൊ അങ്ങനെ ഒരു ദിവസം നമ്മുടെ മുന്നിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മൾ നല്ലോണം ഒരുങ്ങണം. അള്ളാഹിനോട് ചോദിക്കാനായി ഒരുങ്ങുക. വിഷയങ്ങളൊക്കെ മനസ്സിലിങ്ങനെ സങ്കല്പിച്ചേക്കുക. എൻ്റെ ആവശ്യങ്ങൾ ഇന്നതാണ്, ഞാൻ ഭയപ്പെടുന്നത് ഇന്നതാണ്, എനിക്കും എൻ്റെ കുടുംബത്തിൽ നിന്നും നീങ്ങിക്കിട്ടേണ്ടത് ഇന്നാലിന്ന കാര്യങ്ങളാണ്. അതൊക്കെ നിയ്യത്ത് ചെയ്ത് നല്ലോണം ബിസ്മി ചൊല്ലിയിട്ട് ഒന്നൊരുങ്ങി മുഅ്മിനീങ്ങളെ ആ അറഫാ ദിവസത്തിൽ ആയിരക്കണക്കിന് മുഅ്മിനീങ്ങൾ നോമ്പുകാരായി ഇൻഷാ അല്ലാഹ് വിളയിൽ പറപ്പൂർ തീങ്കാനയിൽ സംഗമിച്ച് ഭക്തി നിർഭരമായ പ്രാർത്ഥന നടക്കും. അതോടുകൂടെ കിട്ടേണ്ടതൊക്കെ നമുക്ക് കിട്ടണം, ഒഴിവാകേണ്ടതൊക്കെ ഒഴിവായി കിട്ടുകയും വേണം. അള്ളാഹു തൗഫീക്ക് തരട്ടെ, അള്ളാഹു തൗഫീക്ക് തരട്ടെ. അപ്പൊ ഇന്നലെ ഞാൻ ആ ക്ലാസ്സിൽ പറഞ്ഞ് ഇന്നിവിടെ വരുമ്പോഴത്തേക്ക് 5000 ചൊല്ലി തീർത്തിട്ടുണ്ടെങ്കിൽ ആ അറഫാ ദിവസമൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മളെ ആര് വിചാരിച്ചാലും വേണമെങ്കിൽ ഒരു 10000 തന്നെ. ഹലോ, എത്രയാ പറഞ്ഞത്? ഞെട്ടിയോ? ഭയങ്കര റാഹത്തല്ലേ ബിസ്മി ചൊല്ലുമ്പോ? അതൊരു ഒഴുക്കല്ലേ, അതൊരു സന്തോഷല്ലേ, കൽബിങ്ങനെ നിറഞ്ഞു വരൂലേ? ഒരു 10000 ആളുകൾ 10000 വെച്ച് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലിയാൽ 10 കോടി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം നായി. നടക്കൂലേ? നടക്കൂലേ? എത്ര ആളുകളുണ്ട് നമ്മുടെ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന? ഇത് ഓൺലൈനായി തന്നെ കാണുന്നവർ 20,000, 30,000, 40,000 ഒക്കെ ഉണ്ടാവലില്ലേ പല പരിപാടികൾക്കും?
എല്ലാവരും ഒന്നാണ്ട് ഏറ്റെടുത്താൽ പിന്നെ നമ്മുടെ ക്ലാസ്സിൽ സ്ഥിരമായി പങ്കെടുക്കുന്ന വിളയിൽ പുറപ്പൂര് തീങ്കാനയിലും കൊണ്ടോട്ടിയിലും നമ്മുടെ വേങ്ങരയിലും ഇവിടുത്തെ ക്ലാസ്സിലൊക്കെ പങ്കെടുക്കുന്നവർ അവരുടെ കുടുംബങ്ങൾ വരാൻ കഴിയുന്നില്ലെങ്കിലും പലരും ഇതിൻ്റെ നിലയ്ക്ക് ഞാൻ കുറച്ച് ദൂരത്താണ് പരിപാടിക്ക് പോയത്. അപ്പം എൻ്റെ അവിടുന്ന് സഹോദരന്മാർ പറഞ്ഞു, ഉസ്താദ് എവിടെയും ക്ലാസ് കേൾക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, ഞങ്ങൾ ഉസ്താദാണെന്ന് ക്ലാസ്സിന് വരുന്നതെന്ന് അവരിന്ന് വൈകുന്നേരമൊക്കെ അങ്ങനെ ആവേശത്തോടു കൂടെ പറയുന്നുണ്ട്. അപ്പോൾ നാടിൻ്റെ പല ഭാഗങ്ങളിലുമുള്ളവർ ഇത് കേൾക്കുന്നു. ഒരു 10,000 വെച്ചാണ്ട് ചൊല്ലി തീർക്കാൻ വിചാരിച്ചാൽ കോടികളുണ്ടാകും. അന്നത്തെ ദിവസം ഈ ബിസ്മി അള്ളാഹുവിലേക്ക് സമർപ്പിച്ച് നോമ്പുകാരായി നമ്മൾ തേടിയാൽ എന്താ നമുക്ക് കിട്ടാതിരിക്കുക? തൗഫീക്ക് വേണം, അള്ളാഹു തൗഫീക്ക് തരട്ടെ. അപ്പം ആവുന്നത്ര ചൊല്ലി മിനിമം ഒരു 4444 ഒന്ന് ചൊല്ലി തീർക്കുക. ഇതൊരു 10 ആളോട് പറയുക, ചെയ്യട്ടെ. എന്തായാലും ഇതിന് ചെല്ലിയാ കൂലി കിട്ടൂല എന്ന് ഒരുത്തം പറഞ്ഞാൽ അപ്പ ഇസ്ലാമെന്ന് അതൊന്നും ചൊല്ലിയിട്ടൊരു കാര്യമില്ല മൊയ്ലിയാരെ. അതിനെന്ത് പ്രത്യേകതയുള്ളത് എന്നേതെങ്കിലും ഒരുത്തം പറഞ്ഞാൽ അതോടുകൂടെ ഇസ്ലാമിൽ നിന്ന് നിങ്ങൾ ഉറക്കം തൂങ്ങിയോ? ഇസ്ലാമെന്ന് ഓർത്തും. ഇനിയൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. നിങ്ങളിത് ചൊല്ലിയാൽ നിങ്ങളെ കുടുംബത്തിൽ നിന്ന് ആരൊക്കെ മരിച്ചു പോയോ അവർക്ക് കിട്ടുന്ന സന്തോഷം എത്രയായിരിക്കും എന്നറിയോ? നിങ്ങളിത് ചൊല്ലിയാൽ നിങ്ങളുടെ പരിസരത്തുള്ള പർവ്വതങ്ങൾ ഉൾപ്പെടെ നിങ്ങൾക്ക് വേണ്ടി റബ്ബിനോട് തസ്ബീഹ് ചൊല്ലുമെന്ന് മുഹമ്മദ് മുസ്തഫ. മഹാനായ മുത്തുനബി പറയുന്നുണ്ട്, മൻ ഖറഅ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വകാന മുഅ്മിനാ സബ്ബഹത മഅഹുൽ ജിബാൽ ഇല്ലാ അന്നഹു ലാ യസ്മഉ തസ്ബീഹഹാ. ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, യഥാർത്ഥ വിശ്വാസത്തോടെ നിങ്ങളെ ബിസ്മിയങ്ങ് ചൊല്ലിക്കഴിഞ്ഞാൽ സബ്ബഅത മഅഹുൽ ജിബാൽ, പർവ്വതം പോലും അവന്റെ കൂടെ ആ ബിസ്മി ചൊല്ലാൻ കൂടും. ഖുർആനിൽ എത്ര സ്ഥലത്ത് വന്നിട്ടുണ്ട്? സബ്ബഹ ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർള്, ആകാശഭൂമികളിലുള്ള എല്ലാം തസ്ബീഹ് ചൊല്ലും. ബിസ്മി ആവേശത്തോടു കൂടെ പർവ്വതങ്ങൾ നമ്മളുടെ കൂടെ കൂടി ചൊല്ലും. പടച്ചോനെ, ആ ബിസ്മി കേൾക്കുന്ന എല്ലാം നിങ്ങളുടെ കൂടെ ബിസ്മി ചൊല്ലാനുണ്ടാകുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദര സഹോദരി ശ്രദ്ധിക്കണം, ഇത് വലിയ മുതൽക്കൂട്ടാണ്. ഇത് ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യമാണ്. നമ്മളുടെ ഖബറാളികൾക്ക് പോലും ഇതിൻ്റെ സന്തോഷം ലഭിക്കുമെന്ന് ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ശ്രദ്ധിക്കണം, ചെറിയ സംഗതിയല്ല. ഒരു ഹദീസ് കേൾക്കി, ഹബീബായ നബി തങ്ങൾ പറയുന്നത് ഇങ്ങനെയാണ്, ഇദാ ഖാലൽ മുഅല്ലിമു ലിസ്സബിയ്യി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒരു മുഅല്ലിം, ഒരു ഉസ്താദ് തൻ്റെ കൂടെയുള്ളവരോട്, തൻ്റെ മക്കളോട്, തൻ്റെ വിദ്യാർത്ഥികളോട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലിക്കൊടുത്താൽ, തൻ്റെ വിദ്യാർത്ഥികൾക്ക്, തൻ്റെ സദസ്യർക്ക് ഒരു ഉസ്താദ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലിക്കെടുത്താൽ കതബല്ലാഹു ബറാഅത്തിൽ ലിസ്സബിയ്യി, ആ കുട്ടിക്ക് അല്ലാഹു അതുകൊണ്ട് നരകമോചനം നൽകും. വ ബറാഅത്തൽ ലി അബവൈഹി, അവൻ്റെ മാതാപിതാക്കൾക്ക് അല്ലാഹു അതുകൊണ്ട് ബറാഅത്ത് നൽകും, നരകമോചനം നൽകും. വ ബറാഅത്തുൽ ലിൽ മുഅല്ലിമി, ആ കുട്ടിക്ക് ഇൽമു പഠിപ്പിച്ചു കൊടുത്ത ഉസ്താദിന് ഈ കാരണം കൊണ്ട് അല്ലാഹു തആല ബറാഅത്ത്, നരകമോചനം നൽകുമെന്ന് മുഹമ്മദ് മുസ്തഫ. അവ ബിസ്മിന്റെ പവർ എത്ര, അപ്പൊ അതിന്റെ ഫളിൽ എത്ര. അപ്പൊ നമ്മളത് ശ്രദ്ധിക്കണ്ടേ. അള്ളാഹു തൗഫീക്ക് തരട്ടെ, അള്ളാഹു തൗഫീക്ക് തരട്ടെ. തുടങ്ങാത്തോൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കൊന്ന് ബറക്കത്തിന് വേണ്ടി തുടങ്ങല്ലേ. എന്ത് തുടങ്ങ? ചൊല്ലി ഒരു 17 വട്ടപ്പ തന്നെ ചൊല്ലി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, 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 ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം 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 ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുവേ, ഇതായിരക്കണക്കിന് തവണ അറഫാ ദിവസമാകുമ്പോഴത്തേക്ക് ചൊല്ലി തീർക്കാനുള്ളൊരു മനസ്സും തൗഫീഖും ഞങ്ങൾക്ക് നൽകണേ അല്ലാ. അതുകൊണ്ട് തീരാത്തൊരു പ്രശ്നം ഉണ്ടാകരുത്, അതുകൊണ്ട് ഹാസിലാവാത്തൊരു മുറാദുണ്ടാകരുത്, അതുകൊണ്ട് മാറിക്കിട്ടാത്ത രോഗം ഉണ്ടാകരുത്. എല്ലാം നീ റാഹത്താക്കണേ റബ്ബേ. ഭയങ്കര ഷിഫേ, ബിസ്മി ഭയങ്കര മരുന്ന, ബിസ്മി ഭയങ്കര മരുന്ന. അറിയോ? കത്തബ കൈസറു ഇല ഉമർ ബിനുൽ ഖത്താബി റളിയല്ലാഹു അന്നബി സുദാ അല്ലാ യസ്കുനു. ഇമാം റാസി റളിയല്ലാഹു അൻഹു തഫ്സീറുൽ കബീറിൽ ബിസ്മിയുടെ ഫളാഇൽ പറയുന്നിടത്ത് പറയാണ്, കൈസർ രാജാവ് തലവേദന കൊണ്ട് കുടുങ്ങിയിട്ട് ഉമർ റളിയല്ലാഹു അൻഹുവിന് ഒരു കത്തെഴുതാൻ. എന്താ കത്തിന്റെ ഉള്ളടക്കം? അന്നബി സുദാ അല്ലാ യസ്കുൻ, ഒരു തലവേദന പിടിപെട്ടിട്ടുണ്ട്, കുടുങ്ങിയിട്ടുണ്ട്, പല മരുന്നും ഉപയോഗിച്ചു, ഒരു മാറ്റവും കിട്ടുന്നില്ല. അതുകൊണ്ട് ഉമർ തങ്ങളെ അതിനെനിക്ക് നല്ല ഒരു മരുന്ന് നിങ്ങൾ അയച്ചു തരണം. ഉമർ തങ്ങളോട് ചോദിച്ചപ്പോ മനസ്സിലായി ഇതൊരു ആത്മീയ മരുന്നാണ് ഉദ്ദേശിക്കുന്നത്. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ചെയ്തതെന്താ? ഫബഅസ ഇലൈഹി ഉമറു ഖലൻസ്വതൻ. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു തൊപ്പിയാണ് കൈസർ രാജാവിന് അയച്ചു കൊടുക്കുന്നത്. ഏതാനും ദിവസങ്ങൾ നിങ്ങളിത് സ്ഥിരമായി തലയിൽ വെച്ചോളൂ, തലവേദന പരിപൂർണമായും മാറിക്കിട്ടും. രാജാവിന് തൊപ്പി കിട്ടി. സുബ്ഹാനല്ലാഹ്, അത്ഭുതമാണ്, മഹാത്ഭുതം. വകാന ഇദാ വളഅഹാ ഫീ റഅസിഹി സകനത സുദാഉഹു ഫഇദാ റഫഅഹാ അൻ റഅസിഹി ആദഹു സുദാ. രാജാവിന് വലിയ അത്ഭുതം തോന്നി. എന്താ അറിയോ? തൊപ്പി തലയിൽ വെച്ചാൽ അപ്പ തലവേദന മാറും. തൊപ്പി തലയിൽ നിന്ന് ഉയർത്തിയാൽ അപ്പ തലവേദന വരും. അതുകൊണ്ടാണ് കുറച്ച് ദിവസം വെക്കാൻ പറഞ്ഞത്. അപ്പൊ രാജാവിന് ഭയങ്കര അത്ഭുതം. ഇതെന്താന്ന് അറിയണല്ലോ. ഫഫത്തശൽ കലൻസ്വത്ത, ആ തൊപ്പിന്റെ തുന്നൊക്കെ നട്ട് പൊട്ടിച്ച് രാജാവ് തൊപ്പി പരിശോധിച്ചു. കാര്യം മനസ്സിലായി. എന്താ വിഷയം എന്നറിയോ? ആ തൊപ്പി തലയിൽ വെക്കുമ്പോഴത്തേക്ക് തലവേദന മാറുന്നുണ്ടല്ലോ. എന്താണ് ഇതിന്റെ രഹസ്യം അറിയാൻ ആഗ്രഹമായി പരിശോധിച്ചപ്പോൾ ഫഇദാ ഫീഹി കാഗദുൻ മക്തൂബുൻ ഫീഹി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അതിലുണ്ട് ഒരു കഷ്ണം കടലാസ്. അതിലെഴുതിയിരിക്കുന്നു ബിസ്മില്ലാഹി റഹ്മാനി റഹീം. എഴുതേണ്ടവരെഴുതി, എഴുതേണ്ടതുപോലെ എഴുതി, എഴുതേണ്ട ഇജാസത്തോടുകൂടെ എഴുതി. അതന്നെയാണ് അത്ഭുതം. കൂട്ടത്തിൽ തലവേദന കൊണ്ട് ഇടങ്ങാറാകുന്നവരുണ്ടാവുമല്ലോ, കാലുവേദന കൊണ്ട് ഇടങ്ങാറാകുന്നവരുണ്ടാവുമല്ലോ, പലവിധ വേദനകൾ വേട്ടയാടുന്നവരുണ്ടാവുമല്ലോ, മൈഗ്രെയിൻ തലവേദന കൊണ്ടൊക്കെ വർഷങ്ങളായി പ്രയാസപ്പെടുന്നവരുണ്ടാവുമല്ലോ, ശരീരത്തിൽ ചൊറി ബാധിച്ച് മുറിവ് ബാധിച്ച് പ്രയാസപ്പെടുന്നവരുണ്ടാവുമല്ലോ. നിന്റെ അടുത്ത് വന്നിരുന്നൊരു ഉമ്മ 22 വയസ്സുള്ള മകളെയുമായി, ആ മകൾക്ക് 6 മാസം പ്രായമുള്ളൊരു കുട്ടിയുണ്ട്. ഈ മജ്‌ലിസിലുണ്ടാകും, ഇവിടെ ഉണ്ടാവും. കൈ ഇങ്ങനെ നോക്കുമ്പോൾ പടച്ചോനെ തൊലിയൊന്നും കയ്യിലില്ല, കാലിന്റെ അടിയും അങ്ങനെ തന്നെയാണത്രേ. എന്തൊരു വേദനയാണ്. അലക്കിക്കഴിഞ്ഞാലൊക്കെ രക്തം ഇങ്ങനെ പോകും. ചിലരൊക്കെ പറഞ്ഞു പ്രസവം കഴിഞ്ഞാൽ ശരിയായിക്കോളെന്ന് പറഞ്ഞു. പക്ഷെ കുട്ടിക്ക് 6 മാസമായി, എന്നിട്ടും മാറ്റൊന്നുമില്ല. അങ്ങനെയൊക്കെ വിട്ടുമാറാത്ത രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ടല്ലോ. ഞാൻ ആ സഹോദരിയോട് പറഞ്ഞു, നേർച്ചയാക്കി ചൊല്ല് ഒരു 4444 തവണ. എന്ത്
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എന്നിട്ട് അറഫാ ദിവസത്തിലെ ആയിരക്കണക്കിന് മുഅ്മിനീങ്ങൾ നോമ്പുകാരായി ദിക്റിൽ ലയിച്ച് തൗബ ചെയ്ത് പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരുമിച്ച് കൂടുന്ന ആ മജ്ലിസിൽ പങ്കെടുക്കൂ. ഇൻഷാ അല്ലാഹ് പരിഹാരം ഉണ്ടാവും. ഇത് ഞാൻ എല്ലാവരോടുമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. കഴിയുമെങ്കിൽ ഇതൊക്കെ നിങ്ങൾക്ക് പറ്റാവുന്നവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കി. നമ്മളെ കൊണ്ടൊരു ഖൈറൊരാൾക്ക് കിട്ടിയാൽ അൽഹംദുലില്ലാ. ഖുർആനേക്കാൾ വലിയ ശിഫയൊന്നുമില്ലല്ലോ. അല്ലാഹു തആല പൂർണ്ണമായും ഇത് ഉപകരിക്കുന്ന ഒരു വലിയ ഒരു സംരംഭമാക്കി അനുഗ്രഹിക്കട്ടെ. വലിയൊരു ശിഫയാക്കി അല്ലാഹു മാറ്റട്ടെ. അതുകൊണ്ട് ആ കാര്യം ശ്രദ്ധിക്കണം. എല്ലാ പ്രശ്നത്തിനും ബിസ്മി പരിഹാരാൻ. ചുരുക്കത്തിൽ യൂസുഫ് നബി അന്ന് രക്ഷപ്പെട്ടത് എന്തുകൊണ്ടാണ്? ബിസ്മി കൊണ്ടാണ്. പുറത്ത് വന്ന് നോക്കുമ്പോ പടച്ചോനെ, പോയ ഭർത്താവ് അവിടെ തന്നെ വന്ന് നിൽക്കുന്നുണ്ട്. സുലൈഖ എന്ത് ചെയ്തു എന്നറിയോ? വേഗം കുറ്റപ്പെടുത്തി. ആരെ? യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറ്റപ്പെടുത്തി. استبق الباب وقدت قميصه من دبر وألف يا سيدها لدى الباب فصدقت فقالت ما جزاء من أراد بأهلك سوءا إلا أن يسجن أو عذاب أليم. ഒടുക്കിതച്ച യൂസുഫ് നബി മുന്നിലും പിന്നിൽ സുലൈഖയും വാത് പുറത്തെത്തി നോക്കുമ്പോ ഭർത്താവ് അവിടെ നിൽക്കുന്നുണ്ട്, സയ്യിദ് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പൊ യൂസുഫ് നബിക്ക് പറയാൻ പോലും ഒരു അവസരം കൊടുക്കാതെ ചാടിക്കയറി മുന്നിൽ കയറിയിട്ട് അവള് പറയാണ്, ഇങ്ങനത്തെ ആളെയാണോ വീട്ടിൽ നിർത്തി പോകേണ്ടത്? നിങ്ങളുടെ ഭാര്യയിൽ ഇത്തരത്തിലുള്ള തിന്മ ആഗ്രഹിക്കുന്ന ഇവനെ ഒന്നിരിക്കെ ജയിലിലടക്കണം, അല്ലെങ്കിൽ കഠിനമായ ശിക്ഷ കൊടുക്കണം. നേരെ കുറ്റപ്പെടുത്തിയ ആരെ? സയ്യിദുനാ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം. ചുരുക്കി പറയാ, അവസാനം ജയിലിലേക്ക് വിധിക്കപ്പെട്ടു സയ്യിദുനാ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം. തെളിവുകളും കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അസീസിന് ബോധ്യപ്പെട്ടു, സംഗതി തെറ്റാരുടെ തന്നെ, എന്റെ പെണ്ണുങ്ങളുടെ തന്നെ, ഭാര്യയുടെ അടുത്ത് തന്നെയാണ് തെറ്റ്. പക്ഷേ അദ്ദേഹവും പറഞ്ഞു, അതൊന്നും ശരിയാവൂല, ജയിലിൽ പോകേണ്ടത് ആരെന്നെ? യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. قال هي راودتني عن نفسي وشهد شاهد من أهلها إن كان قميصه قد من قبل فصدقت فهو من الكاذبين وإن كان قميصه قد من دبر فكذبت وهو من الصادقين. ഒരു ചെറിയ കുട്ടി ഉണ്ടായിരുന്നു അവിടെ. ചെറുപ്പത്തിൽ, വളരെ ചെറിയ പ്രായത്തിൽ സംസാരിച്ചത് 4 മക്കളാണെന്ന് മഹാനായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തകല്ലമ അർബഅത്തുൻ വഹും സിഗാർ. ചെറിയ പ്രായത്തിൽ തന്നെ സംസാരിച്ചത് 4 മക്കളാണ്. ഒന്ന് ഈസ ഇബ്നു മറിയം, ബഹുമാനപ്പെട്ട ഈസാ നബി തൊട്ടിലിൽ വെച്ച് സംസാരിച്ചു. പിന്നെ സാഹിബ് ജുറൈജ് അന്നാസിഖ്, വലിയ ഒരു ത്യാഗിയായിരുന്ന, പരിത്യാഗിയായിരുന്ന ജുറൈജ്. ആ ജുറൈജ് വ്യഭിചരിച്ചു എന്ന് പറഞ്ഞ് ഒരു പെണ്ണ് നാട്ടിലാകെ പാട്ടാക്കി. എൻ്റെ ഈ ഗർഭം, എൻ്റെ വയറ്റിലുള്ള കുഞ്ഞ് ജുറൈജിന്റെ കുഞ്ഞാണ്. ജുറൈജ് ആവട്ടെ വലിയ ആബിദും സൂഫിവര്യനും. അങ്ങനെ അവള് പ്രസവിച്ചു. അപ്പ അവളുടെ ബാക്കിക്കാരും നാട്ടുകാരൊക്കെ വന്നുകൂടി ആരാധനയിൽ കഴിഞ്ഞുകൂടിയിരുന്ന ഈ ബഹുമാനപ്പെട്ട ജുറൈജ് റളിയല്ലാഹു അൻഹുവിന്റെ ആ ഒരു ചെറിയ ടെന്റ് തമ്പുണ്ടായിരുന്നു, അതൊക്കെ അടിച്ച് പൊളിച്ച് മർദ്ദിച്ചു. അപ്പോൾ ജുറൈജ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇമാം ബുഖാരി തങ്ങൾ സ്വഹീഹുൽ ബുഖാരിയിൽ ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട്, ഒരു കാര്യം ചെയ്യൂ, നിങ്ങൾ ആ കുഞ്ഞിനെ കൊണ്ടുവരൂ. ചോര പൈതലിനെ കൊണ്ടുവന്നു. നിർബന്ധത്തിന് വഴങ്ങി. യാ ഗുലാം ഖുൽ മൻ അബൂക്, മോനെ നീ പറ, ആരാ മോനെ നിന്റെ ബാപ്പാന്ന് വെച്ചപ്പോൾ ആ ചോര പൈതൽ ഒച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, അബിയറായി, എന്റെ ബാപ്പ ഈ കാട്ടിലുള്ള ഇന്നാലിന്ന ആട്ടിടയനാണ് എന്ന് പേരടക്കം വിളിച്ചു പറഞ്ഞു. പിന്നെ സാഹിബുൽ ഹുദൂദ്, ഖുർആൻ പറയുന്ന സൂറത്തുൽ ബുറൂജിലൂടെ സമാഇ ദാത്തിൽ ബുറൂജ്
واليوم الموعود وشاهد ومشهود قتل أصحاب الأخدود النار ذات الوقود إذ هم عليها قعود وهم على ما يفعلون بالمؤمنين شهود. നീളത്തിലുള്ള കിടങ്ങുകൾ ഉണ്ടാക്കി അതിൽ തീയിട്ട് ആ തീയിലേക്ക് വിശ്വസിച്ചതിന്റെ പേരിൽ മുഅ്മിനീങ്ങളെ കൊണ്ടുപോയി എറിയാൻ തുടങ്ങി ഒരു നാട്ടിൽ. അങ്ങനെ ഒരു ഉമ്മ ആ ഉമ്മയെയും കൊണ്ടുവന്നു. ഉമ്മയുടെ തൊക്കത്ത് ചെറിയൊരു പൈതലുണ്ട്. ഉമ്മ പറഞ്ഞു, ഞാൻ അള്ളാഹുവിൽ വിശ്വസിക്കുന്നു, എന്നാ ഇപ്പോൾ ഈ തീ കുണ്ടാരത്തിലേക്ക് നിന്നെ എറിയപ്പെടുന്നു പറഞ്ഞപ്പോ ഈ കുട്ടിയുടെ മുഖത്ത് നോക്കിയപ്പോ ഉമ്മാക്ക് തോന്നി, പടച്ചോനെ ഞാൻ മാത്രല്ലല്ലോ ഈ പൊന്നു പൈതലിനെയും കത്തിച്ചളയൂലേ. അപ്പ ഉമ്മ പറയാ, എന്നാ വേണ്ട, ഞാൻ അള്ളാഹുവിൽ വിശ്വസിക്കുന്നില്ല. അപ്പാ തൊക്കത്തുള്ള ചോര പൈതൽ ആ കുട്ടി വലിച്ചു പറഞ്ഞു, ഉമ്മാ സ്വർഗാണീ മുന്നിലുള്ളത്, ഇവിടെ വെച്ച് നിങ്ങൾ ഒരിക്കലും പിന്മാറരുത്. വിളിച്ചു പറയൂ, ആമന്തു ബില്ലാഹ്, അള്ളാഹുവിലാണ് എന്റെ വിശ്വാസം. ആ ചോര പൈതൽ അതാണ് സാഹിബ് ഹുദൂദ്. മനസ്സിലായോ? السماء ذات البروج واليوم الموعود وشاهد ومشهود قتل أصحاب الأخدود. ഉഹ്ദൂദിന്റെ അഹ്ലുകാർക്ക് നാശം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞില്ലേ. നീളത്തിലുള്ള കബറ് പോലെയുള്ള കുഴികൾ കുഴിച്ച് അതിൽ തീ നിറച്ച് അള്ളാഹുവിൽ വിശ്വസിച്ചതിന്റെ പേരിൽ ആളുകളെ കൊണ്ടുവന്ന് കൈകാലുകൾ കെട്ടിയിട്ട് ആ കുണ്ടാരത്തിലേക്കിട്ട ആളുകളുണ്ടല്ലോ, അവർ നശിക്കട്ടെ. അവിടെ കൊണ്ടുവന്ന ഒരു ഉമ്മയും ചോരപ്പൈതലും, ആ ചോരപ്പൈതലാണ് സാഹിബ് ഹുദൂദ്. അതും ചെറുപ്പത്തിലെ സംസാരിച്ചു എന്ന് മുഹമ്മദ് മുസ്തഫ. പിന്നെയോ നാലാമത്തേത് വസാഹിബ് യൂസുഫ്. യൂസുഫ് നബിയുടെ സാഹിബാണ്. അതാണ് ഇവിടെ ആയത്തിൽ പറഞ്ഞത്, വശഹിദ ഷാഹിദുൻ മിൻ അഹ്ലിഹാ. സുലൈഖയുടെ കുടുംബത്തിൽപ്പെട്ട ഒരു ചെറിയ സാക്ഷി, ഷാഹിദ് എന്ന് പറഞ്ഞ ചെറിയ കുട്ടി വിളിച്ചു പറയാ, നിങ്ങൾ ആ ഷർട്ട് ഒന്ന് നോക്കിയാണ്. യൂസുഫ് നബിയുടെ പിന്നിലാണ് ഷർട്ട് കീറിയതെങ്കിൽ, മുന്നിലാണ് ഷർട്ട് കീറിയതെങ്കിൽ ഇങ്ങനെ, പിന്നിലാണ് ഷർട്ട് കീറിയതെങ്കിൽ ഇങ്ങനെ ഒരു ന്യായം പറഞ്ഞെടുത്തിട്ട് പറഞ്ഞു, തെറ്റ് സംഭവിച്ചത് ആരുടെ തന്നെ? സുലൈഖയുടെ അടുത്താണ്. ഏതായാലും സംഗതി പൊല്ലാപ്പായി. അവസാനം മഹാനായ യൂസുഫ് നബിയെ ജയിലിലേക്ക് കൊണ്ടുപോകുന്ന രംഗാണ് ഇൻഷാ അള്ളാഹ് ഇനി അടുത്ത ക്ലാസ്സിൽ. അതാണ് നമുക്ക് പറയാനുള്ളത്. ആ നിരപരാധി 10 കൊല്ലത്തോളം എവിടെ കിടന്നു? ജയിലിൽ കിടന്നു. അതിനതിൻ്റെതായ ചില കാരണങ്ങളും പറയാനുണ്ട്. ഇൻഷാ അള്ളാഹ് വരുന്ന ക്ലാസ്സിൽ അതൊക്കെ നമുക്ക് പറയാം. ഞാൻ ഇന്ന് വളരെ ഗൗരവത്തോടുകൂടി ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യം, ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളൊക്കെ ഈ ഹജ്ജിൻ്റെ മാസമാണല്ലോ, ആ ബിസ്മിയിൽ നമുക്ക് ലയിച്ചു ചേരാം. നിയ്യത്ത് നമ്മളെ സ്വന്തം കാര്യം മാത്രമാവരുത്. ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നൊരു യുദ്ധമുണ്ട്, അത് നമ്മുടെ സ്വന്തം കാര്യം പോലെ കാണണം. ആ യുദ്ധം ഇനിയും സമാധാനമാവാതെ കൊടുമ്പിരി കൊണ്ടാൽ നമ്മുടെ വീട്ടിൽ പോലും അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ശരിക്കും നിഴലിച്ചു കാണും. ഇപ്പം നേരിയ തോതിൽ എപ്പോഴുള്ളൂ, പക്ഷേ ആ അവസ്ഥയൊക്കെ പറ്റേ മാറും. അള്ളാഹു കാക്കട്ടെ.